നമസ്കാരം. 80ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൻ്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ പതാക ഉയർത്തിക്കൊണ്ട് നടത്തിയ പ്രസംഗം നമ്മളിൽ എത്ര പേർ ശ്രദ്ധിച്ചെന്ന് എനിക്കറിയില്ല. നമുക്ക് വന്ദേ മാതരവുമായി ബന്ധപ്പെട്ട വിവാദത്തിലായിരുന്നു താല്പര്യം. മോദി വിവാദത്തിലായിരുന്നില്ല. 2047 നമ്മൾ എങ്ങനെയാണ് ലോകരാജ്യങ്ങളെ നിയന്ത്രിക്കുന്ന ശക്തിയായി മാറുന്നത് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് 7 പ്രധാന മേഖലകളായി തിരിച്ചുകൊണ്ടായിരുന്നു മോദിയുടെ പ്രസംഗം. ഉൽപാദന മേഖല, കൃഷി മേഖല, സാങ്കേതിക വിദ്യ, കണക്ടിവിറ്റി, പ്രതിരോധം, ഹരിത സമ്പദ്വ്യവസ്ഥയും ബ്ലൂ ഇക്കണോമിയും, സോഫ്റ്റ് പവർ എന്നിങ്ങനെ ഇന്ത്യയുടെ സാധ്യതകളെ 7ആയി തിരിച്ചുകൊണ്ട് ഓരോ മേഖലയിലും എങ്ങനെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരേണ്ടത്, എങ്ങനെയാണ് തദ്ദേശീയര നിക്ഷേപകരെ പ്രോത്സാഹിപ്പിക്കേണ്ടത് എന്ന് വ്യക്തമാക്കുന്ന പ്രസംഗമായിരുന്നു മോദിയുടേത്. ആ പ്രസംഗത്തിൽ മോദി 1-2 വാക്കുകളിലൂടെ ചിലരെ കുത്തിപ്പറഞ്ഞു. ഒരു രാജ്യത്തിൻ്റെയും പേരെടുത്ത് പറഞ്ഞില്ല. അല്ലാതെ തന്നെ മോദി പറഞ്ഞു, ഗ്ലോബലൈസേഷനൊക്കെ വെറും കടങ്കഥയായി മാറിയിരിക്കുന്നു. ഇപ്പോൾ ഓരോ രാജ്യങ്ങളും അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ചാണ് പോളിസികൾ കൊണ്ടുവരുന്നത്. അവരോട് യുദ്ധം ചെയ്യുകയല്ല, നമ്മൾ നമ്മുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുകയാണ് പ്രധാനപ്പെട്ടത്. പെട്രോളും വളവും ചിപ്പുമൊക്കെ ആയുധങ്ങളോട് ബന്ധപ്പെട്ടിരിക്കുന്നു. സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി ഇനിയെങ്കിലും സമയം കണ്ടെത്തണം. ഫോർച്യൂൺ 500 കമ്പനികളിൽ 50 എണ്ണമെങ്കിലും ഇന്ത്യയുടേതാകണം. അങ്ങനെ വലിയ സ്വപ്നമാണ് മോദി ഇന്നലെ പങ്കുവച്ചത്. ഈ സ്വപ്നം മോദി കാണണമെങ്കിൽ മോദിയോട് സഹകരിക്കുന്ന ഒരു ലോക സമൂഹമുണ്ടാവണം. എന്നാൽ ട്രംപ് മോദിയോട് സഹകരിക്കുന്നേയില്ല. ട്രംപിന് അമേരിക്കയുടെയോ ലോകത്തിൻ്റെയോ വളർച്ചയേക്കാൾ ട്രംപിൻ്റെ വ്യക്തിപരമായ വളർച്ചയോട് താല്പര്യമായതുകൊണ്ട് ക്രിപ്റ്റോ കറൻസി കച്ചവടത്തിന് വേണ്ടി പാകിസ്ഥാനെ കൂട്ടുപിടിച്ചിരിക്കുന്നു. ട്രംപിന് വാചകമടിക്കപ്പുറത്തേക്ക് ഒരു പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല എന്ന് വ്യക്തമാവുന്നതാണ് ഇറാനുമായി യുദ്ധത്തിലെ നാണംകെട്ട തോൽവി. ഏറെ വൈകാതെ ഹോർമൂസ് കടലിടുക്ക് പിടിച്ചെടുക്കും, അമേരിക്കയുടെ ഭാഗമാക്കുമെന്നൊക്കെ ട്രംപ് പറഞ്ഞപ്പോൾ പരിഹസിച്ച് ചിരിക്കുകയായിരുന്നു ഇറാൻ. ട്രംപ് അധികാരം ഒഴിയുന്നത് വരെ യുദ്ധം തുടരും, അമേരിക്ക വെള്ളം കുടിപ്പിക്കും എന്നാണ് ഇറാൻ്റെ പ്രഖ്യാപനം. ഈ പശ്ചാത്തലത്തിൽ സ്വന്തം കാര്യം നോക്കാൻ ഇനി വൈകിക്കൂടാ എന്ന് മോദിക്ക് നല്ല നിശ്ചയമുണ്ട്. അമേരിക്കയും ഇന്ത്യയും തമ്മിൽ വ്യാപാര കരാറിൻ്റെ അന്തിമഘട്ടത്തിലെത്തിയപ്പോഴാണ് അമേരിക്കയിലെ പരമോന്നത കോടതി ട്രംപിൻ്റെ താരിഫ് റദ്ദു ചെയ്തതും ആ ചർച്ച ഒഴിഞ്ഞുപോയതും. ഇപ്പോഴിതാ ട്രംപ് പറയുന്നു, റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളായ ഇന്ത്യയ്ക്കും ചൈനയ്ക്കുമൊക്കെ തങ്ങൾ 100% നികുതി ഏർപ്പെടുത്തുമെന്ന്. 2025 25% വെല്ലുവിളിയെങ്കിൽ ഇപ്പോൾ പറയുന്നത് 100% നികുതി ഏർപ്പെടുത്തുമെന്നാണ്. ഏതാണ്ട് 1 വർഷമായി നിലച്ചുപോയ ഇൻഡോ അമേരിക്കൻ സാമ്പത്തിക ഇടപാടുകൾ ഉടനെയെങ്ങും തുടങ്ങുന്ന സാഹചര്യമില്ല. കിറ്റെക്സിനെ പോലെയുള്ള ഇന്ത്യയിലെ വൻകിട കമ്പനികൾ അമേരിക്കയെ വിശ്വസിച്ച് പ്രിൻ്റ് ചെയ്തിട്ടിരിക്കുന്ന തുണിത്തരങ്ങളൊക്കെ ഇപ്പോൾ കുന്നുകൂടി കിടക്കുകയാണ്. അങ്ങനെ അനിശ്ചിതത്വത്തിലായതാണ് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള കയറ്റിറക്കുമതികൾ. അത് കൂടുതൽ വഷളാക്കുന്ന തരത്തിൽ 100% നികുതി ഏർപ്പെടുത്തും എന്ന് ട്രംപ് പറയുമ്പോൾ ഇന്ത്യ മറ്റ് സമാന്തര വഴികൾ അന്വേഷിച്ച് യാത്ര തുടങ്ങി. ഏറ്റവും ഒടുവിൽ കേൾക്കുന്നത് റഷ്യയുമായുള്ള ഊഷ്മളമായ ബന്ധം കൂടുതൽ തീവ്രമാക്കുമെന്നാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം യുദ്ധത്തിൻ്റെ ഈ പശ്ചാത്തലത്തിൽ പിടിച്ചു നിർത്താൻ കഴിഞ്ഞതുപോലും ഡിസ്കൗണ്ട് റേറ്റിൽ ക്രൂഡ് ഓയിൽ റഷ്യ നൽകുന്നതുകൊണ്ടാണ്. അത് വാങ്ങരുതേ എന്ന് ട്രംപ് വാശി പിടിക്കുന്നു. ഇടക്കാലത്ത് ഇന്ത്യ വഴങ്ങി എന്ന തരത്തിൽ വാർത്തകളുണ്ടായിരുന്നു. എന്നാൽ കണക്കുകൾ പുറത്തു വരുമ്പോൾ ഇന്ത്യ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി കുറച്ചിട്ടില്ല എന്ന് മാത്രമല്ല, കൂട്ടിയിട്ടുമുണ്ട്. 2025 കണക്കനുസരിച്ച് ഇന്ത്യ $14.8 ബില്യൺ, അതായത് ഏതാണ്ട് 1,40,40,000 കോടി രൂപയുടെ എണ്ണയാണ് ലോകത്തിൻ്റെ പല ഭാഗത്തുനിന്നും ഇറക്കുമതി ചെയ്തത്. അതിൽ 7.2 ബില്യൺ, അതായത് 68,400 കോടി റഷ്യയിൽ നിന്നാണ്. അതായത് 48%. ഇന്ത്യ ഇറക്കുമതി ചെയ്ത എണ്ണയുടെ 48% റഷ്യയിൽ നിന്നാണ് 2025. 2026 ഇതുവരെയുള്ള കണക്കനുസരിച്ച് 52% റഷ്യയിൽ നിന്നാണ് എണ്ണ ഇറക്കുമതി ചെയ്തത്. ക്രൂഡ് ഓയിലിന് ഇന്ത്യക്ക് റഷ്യ ഡിസ്കൗണ്ട് റേറ്റാണ് നൽകുന്നത്. ട്രംപ് പിണങ്ങിയാലും ശരി, റഷ്യയിൽ നിന്നും വില കുറഞ്ഞ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന പദ്ധതി ഉപേക്ഷിക്കേണ്ട എന്നാണ് ഇന്ത്യയുടെ തീരുമാനം. ട്രംപിൻ്റെ വിരട്ടലിന് മുമ്പിൽ നടുകുനിച്ചു കൊടുക്കേണ്ട എന്ന് മോദി തീരുമാനിച്ചിരിക്കുന്നത് റഷ്യയുമായുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താൻ തന്നെയാണ്. മോദിയോട് പിണങ്ങരുത്, ഇന്ത്യയെ അമേരിക്കയിൽ നിന്നും അകറ്റരുത് എന്ന് അമേരിക്കയിലെ തന്നെ ഒരു വിഭാഗം ആവശ്യപ്പെടുമ്പോഴും
ഇന്ത്യയെ പാഠം പഠിപ്പിക്കുമെന്നാണ് ട്രംപിൻ്റെ വീരവാദം. അതുകൊണ്ട് തന്നെ എണ്ണ വാങ്ങുന്ന കാര്യത്തിൽ മാത്രമല്ല, പ്രതിരോധ കാര്യത്തിലും റഷ്യയുമായി കൂടുതൽ അടുക്കാൻ ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നത്. ഇതുപോലെ തന്നെ സുപ്രധാനമാണ് ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള ഊഷ്മളമായ ബന്ധം. 2023 യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിന് ശേഷം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവും നരേന്ദ്രമോദിയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ഊഷ്മളമായെന്നും, നേരത്തെ ഇന്ത്യ ആയുധം വാങ്ങുന്നത് പതിവായിരുന്നെങ്കിലും ഇപ്പോൾ ഇസ്രായേലിനു വേണ്ടി ആയുധ നിർമ്മാണം പോലും ഇന്ത്യ നടത്തുന്നു എന്നുമാണ് ആംനസ്റ്റി ഇന്റർനാഷണൽ റിപ്പോർട്ട്. ദ ഗാർഡിയൻ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടാണ് ഞാൻ പ്രേക്ഷകരെ കാണിക്കുന്നത്. ഇന്ത്യയും ഇസ്രായേലും തമ്മിൽ തീവ്രമായ ബന്ധം രൂപപ്പെടുന്നെന്നും കേവലം കൊടുക്കൽ വാങ്ങലുകൾക്കപ്പുറത്തേക്ക് വലിയൊരു സാമ്പത്തിക തന്ത്രത്തിൻ്റെ ഭാഗമായാണ് അത് രൂപപ്പെടുന്നതെന്നും ഇത് ഒരു പരിധിവരെ അമേരിക്കയ്ക്കുള്ള മറുപടിയാണെന്നുമൊക്കെ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള സൈനിക സഹകരണം 10 മടങ്ങ് വർദ്ധിച്ചിട്ടുണ്ട്. ഇസ്രായേൽ ആവശ്യപ്പെടുന്ന പല യുദ്ധോപകരണങ്ങളും ഇപ്പോൾ നിർമ്മിച്ചു കൊടുക്കുന്നത് ഇന്ത്യയാണ്. ആ ബന്ധം കൂടുതൽ സാമ്പത്തികമായി മാറാനും ഇന്ത്യയും ഇസ്രായേലും സഹകരിച്ച് പ്രവർത്തിക്കാനും നീക്കമുണ്ട്. ഇതേ സമയം തന്നെയാണ് ഇന്ത്യയും ഇസ്രായേലും അടങ്ങുന്ന ഈ ബ്ലോക്ക് ഗൾഫിലെ പ്രമുഖ രാജ്യമായ UAE കൂടെ നിർത്തുന്നത്. സൗദി അറേബ്യയും പാകിസ്ഥാനും തുർക്കിയും ചേർന്ന് ഒരു ഇസ്ലാമിക സഖ്യത്തിന് രൂപം കൊടുക്കുകയും ഈജിപ്ത് അതിൽ ചേരുമെന്ന് അവകാശപ്പെടുകയും ചെയ്യുമ്പോഴാണ് UAE ഇസ്രായേലും ഇന്ത്യയും കൂട്ടുപിടിക്കുന്നത്. എന്തായാലും ഈ കെട്ടകാലത്ത് ഇന്ത്യക്ക് മുമ്പോട്ട് പോകണമെങ്കിൽ 2047 വികസിത രാജ്യമായി പ്രഖ്യാപിക്കണമെങ്കിൽ തീർച്ചയായും ഇസ്രായേലിനോടും റഷ്യയോടും സഹകരിച്ചു മാത്രമേ മുമ്പോട്ട് പോകാൻ കഴിയൂ എന്ന് ഇന്ത്യ മനസ്സിലാക്കുന്നു. മോദി അതനുസരിച്ചുള്ള നീക്കങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്.